എല്ലാ ദിവസവും ഞാൻ എൻ്റെ ജീവിതത്തിൽ ലൈഫിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ വീഡിയോസായിട്ട് ഇടുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം ഇന്ന് എനിക്ക് ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു ന്യൂസ് ഞാൻ കേട്ടു. ഒരുപാട് കേരളത്തിൽ ഒരുപാട് വയലൻസ് ആയിട്ടുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. പക്ഷേ ആ ന്യൂസിൻ്റെ ഇടയിൽ ഈ ഒരു സംഭവം ഹൈഡ് ചെയ്യപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം. നമ്മുടെ വലിയ വലിയ പത്രങ്ങളിൽ പോലും ഈ ന്യൂസ് വന്നിട്ടില്ല. എന്താ ന്യൂസ് എന്നൊന്ന് പറഞ്ഞാൽ, കോട്ടയം ഏറ്റുമാനൂരിൽ ഒരമ്മ 10-12 വയസ്സുള്ള 2 പെൺകുട്ടികളെയും കൊണ്ട് ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഈ ഒരു ന്യൂസ് ഏതെങ്കിലും വൻകിട പത്രങ്ങളിൽ വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും അതായത് വയലൻസ് ആയിട്ടുള്ള ന്യൂസുകളെല്ലാം തന്നെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വന്നു. ഇത് മാത്രം വന്നില്ല. എന്തുകൊണ്ടാണ്? ഇത് ഹൈഡ് ചെയ്യപ്പെട്ടു. പക്ഷേ ഈയൊരു എന്നെ ഏറ്റവും കൂടുതൽ ബാക്കിയുള്ള ന്യൂസൊന്നും എനിക്ക് അത്ര വലുതായിട്ടൊന്നും, കാരണം സ്ഥിരമായിട്ട് നടക്കുന്ന കുറേ കേസുകൾ, അതിൻ്റെ അഹങ്കാരത്തിൻ്റെ പേരിൽ. പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര സങ്കടമായി തോന്നി. കാരണം ഞാനും ഒരു അമ്മയാണ്, എനിക്കൊരു മോളുണ്ട്. ഒരു പക്ഷേ ചില സന്ദർഭങ്ങളിൽ എനിക്കും ജീവിതത്തിൽ നമുക്കും അടുത്ത് ആത്മഹത്യ ചെയ്യാം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് ആ ആത്മഹത്യ ചിലപ്പം എൻ്റെ കുഞ്ഞിനെ, ഞാനായിട്ട് സൃഷ്ടിച്ച എൻ്റെ കുഞ്ഞിനെ എന്തിനു കൊല്ലണം, അവൾക്കൊരു ജീവിതം ഉണ്ട് എന്ന് വിചാരിച്ചത് വേണ്ടെന്ന് വെക്കുന്ന ഒരുപാട് അമ്മമാരിന്ന് ലോകത്തുണ്ട്. പക്ഷേ 2 പിഞ്ച്, അതായത് മാലാഖ കുഞ്ഞുങ്ങളെ പോലിരിക്കുന്ന 2 കുഞ്ഞുങ്ങളെ കൊണ്ട് ട്രെയിനിൻ്റെ മുന്നിൽ നിൽക്കുക എന്നുള്ള ഒന്ന് ചിന്തിച്ച് നോക്കും നിങ്ങൾ ഓരോരുത്തരും. നിൽക്കുമ്പോൾ അവരുടെ മനസ്സിൽ, ആ കുട്ടികളുടെയും ആ അമ്മയുടെയും മനസ്സിലുണ്ടായിട്ടുള്ള ആ ഒരു ഭീകരമായ ഒരവസ്ഥ എനിക്ക് ആലോചിച്ചിട്ട് പോലും എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ക്രോസ് ചെയ്യുമ്പോൾ പോലും ഒരു ട്രെയിനിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം വല്ലാതെ പടപെടാന്നിടിക്കും. അത്രത്തോളം പേടിയുണ്ട്. അപ്പോൾ ഇവരിതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ആ പെയിനിൻ്റെ അപ്പുറമാണ് ആയിരിക്കും അവർക്ക് ജീവിതത്തിൽ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. മരിച്ചു കഴിയുമ്പം അത് ചെയ്യാം, ഇത് ചെയ്യാം, അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ എന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം, ഷെയർ ചെയ്തില്ല എന്നൊക്കെ കുറേ ആൾക്കാർ അഭിപ്രായം പറഞ്ഞു. ഈ മരിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം മരിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഇവരാരും ചോദിച്ചില്ല? ഇവരുടെ അവസ്ഥ ഇവരുടെ ചുറ്റുപാടുള്ളവർക്ക് മനസ്സിലായില്ല. അവർ മരിച്ചു കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇനി ഒരിക്കലും ഇവർ തിരിച്ചു വരത്തില്ല. മരിക്കുന്നതിന് മുമ്പ് ഒരാൾ കുഴിയിലോട്ട് വീഴുമ്പോൾ ഒരു കൈ പിടിക്കാൻ കൊടുത്താൽ അയാൾക്ക് രക്ഷപ്പെട്ട് തിരിച്ചു വരാം. ആ ഒരു കൈ പോലും കൊടുക്കാൻ കഴിയാത്ത സമൂഹം മരിച്ചു കഴിഞ്ഞിട്ട് അവരെ പറ്റി പറഞ്ഞ് സഹതപിച്ചിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ ഇവരുടെ ഈ മരണത്തിന് ആരാണ് ഉത്തരവാദി? യഥാർത്ഥത്തിൽ അവരുടെ ഫാമിലി ലൈഫ് തന്നെ. കാരണം 3 കുട്ടികളെ പ്രസവിച്ച ഒരു സ്ത്രീ ഒരു ഭർത്താവിന് എത്രത്തോളം പ്രിയപ്പെട്ടതാകും? അയാളുടെ 3 കുട്ടികളെ പ്രസവിച്ച ഒരു സ്ത്രീയെ ഈ ദുരവസ്ഥയിലേക്ക് തള്ളിവിട്ടത് അയാളുടെ ഭർത്താവും ഫാമിലിയുമാണ്. എന്നിട്ട് പോലും അവർക്ക് പശ്ചാത്താപമില്ല. കുട്ടികൾ മരിച്ചിട്ടും അവർ മരിച്ചിട്ടും. ഒന്നാമത് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഈ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ അവർക്ക് പഠിപ്പുള്ള പെൺകുട്ടികളാണെങ്കിൽ ഒരിക്കലും അവരുടെ ജോലി സ്റ്റോപ്പ് ചെയ്യരുത്. BSc നേഴ്സിംഗ് കഴിഞ്ഞ ഒരു ആളായിരുന്നല്ലോ ഈ മരിച്ച ഷൈനി എന്ന വ്യക്തി. സ്വയം ചിന്തിക്കണമായിരുന്നു, തൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് അതൊന്ന് സ്റ്റോപ്പ് ചെയ്യരുത്. വരുമാനമില്ലാത്ത ഒരു സ്ത്രീ കുറച്ച് കഴിയുമ്പോൾ പുരുഷന് ഭാരമാകും. സ്ത്രീ മാത്രമല്ല, അയാളുടെ കുട്ടികളും. കാരണം എൻ്റെ ചിലവിൽ ഞാനല്ലേ ചിലവിന് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അടിമയെ പോലെ കൊടുക്കണം, ഞാൻ പറയുന്നിടത്തുനിന്ന് പൈസ കടം വാങ്ങിക്കണം, ഞാൻ ചിലപ്പോൾ തിരിച്ചടയ്ക്കത്തില്ല എന്നൊക്കെ പറയുമായിരിക്കും. അന്നേരം അവിടെ സ്വന്തം മാനവും ഹാനിയും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ആ സ്ത്രീയുടെയാണ്. പിന്നീട് അവന് ഇഷ്ടമുള്ളപ്പോൾ വലിച്ചെറിയാം. അവൻ വേണ്ടതൊരു ആൺകുട്ടിയാണ്, അതിനെ കൊണ്ടുപോയി. പെൺകുട്ടിയെ വേണ്ട, ഭാരമാകും, നാളെ കല്യാണം കഴിച്ചയക്കണം.
ഇങ്ങനെയുള്ളവൻ്റെയൊക്കെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോയ എന്തിന്? ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴേ ഒരു പുരുഷൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാവും. അപ്പോഴേ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. ബാക്കി 2 കുഞ്ഞുങ്ങൾക്കും കൂടെ, ഈ മരിച്ച 2 കുഞ്ഞുങ്ങൾ എന്തിന് ജന്മം നൽകി ഈ സ്ത്രീ? പുരുഷന്മാർ എല്ലാവരെയും ഞാൻ പറയത്തില്ല, നല്ല പുരുഷന്മാരുണ്ട്, കുടുംബം നോക്കുന്നവരുണ്ട്, കുടുംബം നന്നായിട്ട് മക്കളെ സ്നേഹിക്കുന്നവരുണ്ട്, മക്കൾക്ക് വേണ്ടി ജീവൻ കളയുന്നവരുമുണ്ട്. പക്ഷേ ഇതുപോലുള്ള പുരുഷൻ്റെ കുട്ടികളെ പ്രസവിച്ച ഒരു അവസ്ഥയിലേക്ക് അതുങ്ങളെ കൊണ്ടെത്തിച്ചത് തെറ്റായിപ്പോയി. അത് ഞാൻ ഈ മരിച്ച സ്ത്രീയെ മാത്രമേ പറയത്തുള്ളൂ. കാരണം അവർക്കല്ലേ അവരുടെ ഭർത്താവിനെയും അവരുടെ വീട്ടുകാരെയും പറ്റി അറിയത്തുള്ളൂ. ഇതുപോലുള്ള ഗാർഹിക പീഡനം അനുഭവിക്കുന്ന നിരവധി സ്ത്രീകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. ഇങ്ങനെയുള്ള പുരുഷന്മാരുടെ കൂടെ ജീവിച്ചിട്ട് അവർക്ക് അവസാനം മെൻ്റൽ ഡിപ്രഷനായി, അവരൊരു മാനസിക രോഗികളാകും, മരുന്നുകൊണ്ട് മാത്രം ജീവിക്കുന്ന അവസ്ഥയിലേക്ക് മാറും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. പക്ഷേ ഇതൊന്നും വീട്ടുകാർ ഹൈഡ് ചെയ്ത് വെച്ചേക്കുക. കാരണം സമൂഹത്തിൽ വിലയും നിലയും മറ്റുള്ളവരുടെ മുന്നിൽ കുലസ്ത്രീയായിട്ട് ജീവിക്കണം. അതുകൊണ്ട് ഇതൊന്നും പുറത്ത് പറയാൻ പാടില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഞാനും ഒരു സ്ത്രീയാണ്, ഒരുപാട് കാര്യങ്ങൾ പറയാനും ഉണ്ട്. പക്ഷേ ഒരു കാലഘട്ടം കഴിയുമ്പം പ്രതികരണശേഷി നഷ്ടപ്പെട്ട് പാവകളായിത്തീരും. അവർക്ക് ചിലപ്പോൾ ഷൈനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം എങ്കിലും ഉണ്ട്. പക്ഷെ അതുപോലും ചെയ്യാൻ പറ്റാതെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 1000 വട്ടം മനസ്സുകൊണ്ട് മരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ അവരോടൊക്കെ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യണം? മക്കളെ ഒരു പരിധി വരെ പഠിപ്പിച്ചിട്ട് സ്വന്തം സന്തോഷവും അതുപോലെ തന്നെ സമാധാനവും നേരിടുന്ന അവസ്ഥയിലേക്ക് അവർ തന്നെ എത്തണം. തൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, അയ്യോ ചേട്ടൻ അങ്ങനെ പറയും, ചേട്ടൻ ഇങ്ങനെ പറയും, ചേട്ടൻ അങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ചേട്ടൻ്റെ വീട്ടുകാരും ഇപ്പോൾ എവിടെ പോയി? ചേട്ടൻ്റെയും കൂടെ കുട്ടികളല്ലേ ഈ മരിച്ചത്. അതിനോട് പോലും മരിച്ചിട്ട് പോലും അവരാരും നീതി കാട്ടിയിട്ടില്ലല്ലോ. പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു സ്വന്തം കരിയറും സ്വന്തം ജീവിതവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഈ 10-15 കൊല്ലം ഇയാളുടെ കൂടെ ജീവിച്ചത്? ഒരാളെ മനസ്സിലാക്കാൻ 15 കൊല്ലത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു കുട്ടിയൊക്കെ ആയിരിക്കുമ്പോഴേ അയാളുടെ ക്യാരക്ടർ ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഈ സഫർ ചെയ്തതും ഈ സഹിച്ചതുമൊക്കെ അവസാനം കൊണ്ടെത്തിച്ച് എന്തായിരുന്നു ഇതിൻ്റെ പരിണിത ഫലം? ഈ പാവം പിടിച്ച ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത സ്വപ്നങ്ങൾ, കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ കണ്ട് വളർന്നു വരുന്ന 2 കുട്ടികളെ കൂടി മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഇതിന് കിട്ടുന്ന ഏറ്റവും ഉള്ള അവസാനത്തെ ഉത്തരം. അപ്പം ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. എല്ലാവർക്കും സങ്കടം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. അത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യണം. അല്ലെങ്കിൽ സ്വന്തം അമ്മയോടെങ്കിലും ഷെയർ ചെയ്യണം. നമുക്ക് ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇതുപോലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ പുരുഷന്മാർ സ്ത്രീകളോട് ചെയ്യുകയാണെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ഒരുപാട് സംഘടനകളുണ്ട്. അപ്പം ഒരു കാരണവശാലും സമൂഹത്തെ അല്ലെങ്കിൽ ഭയന്ന് കുടുംബത്തിൻ്റെ മാനാഭിമാനങ്ങൾ ഭയന്ന് ഉണ്ടാകുന്ന തങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളും മെൻ്റലി ടോർച്ചറിങ്ങും ഒക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കരുത്. അത് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ ഇതുപോലെ സ്വന്തം കുട്ടികളെ കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറും. ഒരു നിമിഷം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അതുപോലെ വേണ്ടപ്പെട്ട എവിടെയെങ്കിലും പോയി അവർ ഈ കാര്യങ്ങൾ തുറന്ന് ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് ഈ ഗതി ഒരിക്കലും വരത്തില്ലായിരുന്നു. അപ്പം നമ്മളെല്ലാവരും, പിന്നെ സ്ത്രീകൾ സ്വന്തം കാലിൽ വരുമാനം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഞാൻ പറയാം, അതുണ്ടെങ്കിൽ മാത്രമേ അവളെപ്പോഴും സുരക്ഷിതയും അതുപോലെ തന്നെ പരിഗണിക്കപ്പെടുന്നവളുമായി മാറത്തുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത് മറക്കണ്ട. എന്ത് വിഷമമുണ്ടെങ്കിലും ആരോടെങ്കിലും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചിട്ട് ഭർത്താവിൻ്റെ കുറച്ച് നേരത്തെ സ്നേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ സ്റ്റാർട്ടിങ്ങിൽ അപ്പം കാണുന്ന ഒരു സന്തോഷത്തിന് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും കരിയറും ജീവിതമൊക്കെ മാറ്റി വെച്ചാൽ അവസാനം കുട്ടികളും പോവും,
ഭർത്താവും പോവും, ആരും കാണത്തില്ല. ഇതിപ്പം അമ്മയില്ലാതെ ശരിയാ. ആ ഷൈനി ചെയ്തതിൽ തെറ്റ് ഞാൻ പറയുന്നില്ല. കാരണം സ്വന്തം പെമ്മക്കളെ ഇതുപോലുള്ള കഴുകന്മാരുടെ ഇടയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊടുത്തിട്ട് പോകാതെ കൂടെ കൂട്ടി. പക്ഷെ അത്ര ഒരു ദുരവസ്ഥ വരെ നമ്മൾ എത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ ഇങ്ങനെയൊന്നും ആരും ചെയ്യാതിരിക്കട്ടെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ. കരുതലോടെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം പുതിയ വീഡിയോ ആയി കാണാം. ഓക്കെ ബൈ. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ ബൈ.